ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഥവാ ഇതുപോലെ ഏതെങ്കിലും ഇൻസിഡന്റുമായി എന്റെ മുമ്പിൽ വന്ന ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അത് ഞാനങ്ങ് ചെയ്യും. നിന്നെ ഞാനങ്ങ് കൊന്നുകളയും. ഭൂമിക്ക് ഭാരവും മറ്റുള്ളവർക്ക് ശാപമാകാതെ എവിടെയെങ്കിലും പോയി ചാവടി. എന്തിനാ എന്റെ സമാധാനം കളയാനായിട്ട് വീണ്ടും വന്നത്? ഞാൻ ആരുടെയും സമാധാനം കളയാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വന്നതല്ല. വരാൻ ഒരു കാരണം ഉണ്ടായി വന്നു. എന്ത് കാരണം? നിന്റെ വ്യക്തി വൈരാഗ്യം, എന്റെ ചേച്ചിയോടുള്ള വ്യക്തി വിദ്വേഷം, അതല്ലേ കാരണം? നിങ്ങളുടെ ചേച്ചിയുടെ കയ്യിന്ന് കഷ്ടിച്ച ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ അവര് എന്റെ മക്കളുടെ നേരെയാ. കൊല്ലാൻ മടിക്കാത്തവളുടെ കയ്യിന്ന് ജീവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. എന്റെ മകളുടെയും മരുമകന്റെയും സുരക്ഷ എനിക്ക് ഉറപ്പാക്കണം. അതിനാ ഞാൻ വന്നത്. പിന്നെ മകളുടെയും മരുമകന്റെയും സുരക്ഷ നിന്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പ്രതാപേട്ട ഞാൻ വന്നത്. നിങ്ങൾ ഇവിടെ വരൂന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. ഇങ്ങനൊരു ജന്മം എനിക്കുണ്ടായിപ്പോയില്ലേ, അതിലൂടെ ചില ബന്ധങ്ങൾ ഉണ്ടായിപ്പോയി. കാണരുതെന്ന് ഞാനും ആഗ്രഹിച്ചു. പക്ഷേ വിധി പരസ്പരം കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാക്കി. അപമാനിതനായ ഒരു മനുഷ്യനാ ഞാൻ. ഭാര്യയിൽ നിന്ന് മുറിവേറ്റ ഒരു ഭർത്താവാ ഞാൻ. തെറ്റ്. മനസാക്ഷിയുടെ മുന്നില് തെറ്റുകാരി അല്ലാത്തൊരു സ്ത്രീയോടാ നിങ്ങൾ സംസാരിക്കുന്നത്. അപമാനവും മുറിവും ഏറ്റത് എനിക്കാ, നിങ്ങൾക്കല്ല. പണ്ടും ഇതുപോലെ ഞാൻ കേട്ടതാ, ഇതുപോലത്തെ ചാരിത്ര പ്രസംഗം. ഇത് ഇനിയും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ നീ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. അന്തസ്സും അഭിമാനമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു അവസ്ഥയാ എനിക്കുണ്ടായത്. സ്വന്തം ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുട്ടി കണ്ടവന്റേതാണെന്ന് അറിയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് അവന്റെ ആത്മാഭിമാനം തന്നെ തകർക്കും, ഹൃദയത്തെ കൊത്തി നുറുക്കും. അത്തരം ഒരു ദുരനുഭവ എനിക്കുണ്ടായത്. എല്ലാം മനസ്സിന്റെ ഒരു കോണിൽ കുഴിച്ചിട്ട് ഞാൻ ജീവിക്കുന്നത് മഹാദേവ വർമ്മ എന്ന ആ വലിയ മനുഷ്യനെ ഓർത്ത് മാത്ര. നീ ആ നല്ല മനുഷ്യന് ജനിച്ചവളാണോടി? ആ സരസ്വതി വർമ്മ പ്രസവിച്ചതാണോടി നിന്നെ? നിങ്ങൾ എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് വർഷം 22 കഴിഞ്ഞു. എന്നെ തകർത്ത് കളഞ്ഞിട്ട് നീ പിന്നെയും വന്ന് എന്റെ മുകളിൽ പ്രസംഗിത്തോടി. 10,000 വട്ടം പറഞ്ഞൊരു നാണം കെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ഞാൻ മഹാദേവ വർമ്മയുടെയും സരസ്വതിയുടെയും മകള് തന്നെയാ. പത്മാവതിക്ക് ആരെയും വഞ്ചിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇതെല്ലാം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിങ്ങളുടെ ചേച്ചി അംബിക പറഞ്ഞു പരത്തിയ അപവാദ കഥകളാ. അവൾക്ക് ആരുടെ മനസ്സ് കയറി മുറിച്ചാലും ആരെ ഇല്ലാതാക്കിയാലും സ്വത്ത് സമ്പാദിക്കണം. എന്റെയും നിങ്ങളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അവൾ ഹോമിച്ചു കളഞ്ഞ ജീവിതം എന്റെ നിങ്ങളുടെ. അത് ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയുന്നൊരു കാലം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങൾ കരയും. അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ശബ്ദം കുറച്ച് സംസാരിക്കടി. ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാനൊരു മിനിസ്റ്ററും. മിനിസ്റ്റർ? ഏതൊരു ഭരണാധികാരിയുടെയും ലക്ഷ്യം പ്രജകളുടെ ക്ഷേമോ? പ്രജകളുടെ കണ്ണീരൊപ്പാനാ ഭരണാധികാരി അധികാരത്തിലേറുന്നത്. ഇവിടെ ഭരണാധികാരി താലി കെട്ടിയ പെണ്ണ് ഭർത്താവ് കാരണം നാണം കെട്ട് തെരുവ് നീളെ നടന്ന് കരയുന്നു. ഭാര്യയെ വിശ്വസിക്കാത്ത ഭരണാധികാരിയെ ജനങ്ങളെ വിശ്വസിക്കുന്നതാ എനിക്ക് അത്ഭുതം. നിർത്തടി. നീ എന്റെ ഗുരുനാഥൻ മഹാദേവ വർമ്മ സാറിന്റെ മകളാ. അതുകൊണ്ട് മാത്രമാ
നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത്. നീ ആ നല്ല മനുഷ്യന്റെ അന്തസ്സിന് കളങ്കം വരുത്താതെ നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തുടിടി. നീ കരഞ്ഞ നിന്റെ ഒരു തുള്ളി കണ്ണീര് ഈ മണ്ണി വീണ ഈ മണ്ണ് പോലും കളങ്കമുള്ളതായി മാറും. മേലിൽ ഇതുപോലെ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടോളാ എനിക്ക് നീ. അഥവാ ഇതുപോലെ ഏതെങ്കിലും ഇൻസിഡന്റുമായി എന്റെ മുമ്പിൽ വന്ന ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അത് ഞാനങ്ങ് ചെയ്യും. നിന്നെ ഞാനങ്ങ് കൊന്നുകളയും. ഭൂമിക്ക് ഭാരവും മറ്റുള്ളവർക്ക് ശാപവും ആകാതെ എവിടെയെങ്കിലും പോയി ചാവടി. വണ്ടിയെടുക്ക. രാജു, എന്താ ഒരു കേറിങ്? അടുത്തൊന്നും മാറുന്നേ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ കാര്യത്തിൽ മോശമായിരുന്നോ? എനിക്കൊരു ചെറിയ പനി വന്നപ്പോ ഡോക്ടർ തന്ന മെഡിസിനിലെ വിശ്വാസമില്ലാതെ എന്തൊക്കെയോ അഡീഷണൽ മരുന്നുകൾ തന്നു. ചുക്കും കുരുമുളകും തുളസിയിലയും കൂടി ഇട്ട കാപ്പി, പിന്നെ തുളസിയിലയും കൂർക്കയും എന്തോ രാമയിട്ട് ആവി പിടുത്തു. ആമയും മുയലൊന്നും അല്ല, തഴുതാമ, ഒരു പച്ചമരുന്ന്. പിന്നെ കൂർക്കയല്ല, പനിക്കൂർക്ക. പിന്നെ ഈ ആമ മരുന്ന് കൂടാതെ റൂമിൽ കിടന്ന് വട്ടം കറങ്ങി ചില എക്സ്പ്രഷൻസും. വെപ്രാളം, പരവേശം, ആദി, വ്യാധി. അന്ന് ഞാൻ രാജുവിന്റെ പേര് മാറ്റി, വെപ്രാളം രാജു. ഋതികയുടെ പേര് എന്നാ ഞാൻ മാറ്റി. എന്റെ പുതിയ പേരെന്താ? പനിക്കൂർക്ക. പനിക്കൂർക്കയോ? ആ, വെപ്രാള രാജു പനിക്കൂർക്ക. നല്ല ചേർച്ച. നല്ല കോമ്പിനേഷൻ എന്ന് പറയേ. കോമ്പിനേഷനോ? ഓ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഓർത്തു വെച്ചതാ. ഓർക്കുമ്പോ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നുപോകും. എന്താ ചോദിക്കാനുള്ളത്?